Good morning. Good morning. Okay. മിസ് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നല്ലേ? നോക്കിയോ? നോക്കിയോ? ഓക്കെ ആണോ? അതുകൊണ്ടാണോ ഒന്നും പറയാതിരുന്നേ? ക്ലിയർ ആയതുകൊണ്ടാണോ? പിന്നെയും റിപ്ലൈ ഇല്ല. എന്താണ്? വായിച്ചു നോക്കിയിരുന്നോ? ഏതെങ്കിലും ബൗൺസ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിയിട്ടില്ല. ജാസ്മിൻ പറഞ്ഞു നോക്കിയിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞേ. നോക്കിയോ മക്കളെ? എല്ലാവരും നോക്കിയോ? നോക്കി. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേ കൂടി ഒരു ദിവസം നാളെയും കൂടി മിസ്സിന്റെ ഒരു അവറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ടൈം കിട്ടിയതിനനുസരിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മിസ് ചോദിച്ചത് കേട്ടോ. ഓക്കെ. ഇനിയിപ്പോ നിങ്ങള് എന്തെങ്കിലും ഭാഗത്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്നുകൂടി എടുത്ത് കാണാം കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യണേ. ഈ ആഴ്ചയോടെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഈ ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് പിന്നെ നിലവില് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? ഇനി ആകെ 1-2 ചാപ്റ്റേഴ്സ് അല്ലേ കംപ്ലീറ്റ് ആവാനുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് ഭാഗം കൂടിയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം ചാപ്റ്റേഴ്സും ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് അല്ലെ? ഇപ്പൊ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഭാഗം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മാക്സിമം ഇന്ന് എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്യും. ബാക്കി ഭാഗം നെക്സ്റ്റ് ഡേ നാളെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ കവർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് ടൈമൊന്നും നമുക്ക് അധികം കിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ടൈം കിട്ടുന്ന ടൈമിൽ നമുക്ക് മിസ് എടുത്ത ചാപ്റ്റേഴ്സിന്റെ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും നമുക്ക് ആൻസർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ടൈം എന്തെങ്കിലും ഉണ്ടാവില്ല. കാരണം ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയം നമുക്ക് എന്തെങ്കിലും നോക്കാം കേട്ടോ. കിട്ടുന്നതിനനുസരിച്ച് കേട്ടോ. ഉറപ്പ് പറയുന്നില്ല, കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എവിടെ വരെയാണ് നമ്മൾ ത്രെഡ്മിൽ ടെസ്റ്റ് വരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ത്രെഡ്മില് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓക്കെ. അപ്പൊ ത്രെഡ്മിൽ ഒന്നുകൂടി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പറഞ്ഞിട്ടുണ്ടായോ? ഓക്കെ. അപ്പൊ അതിനു മുൻപുള്ള ഭാഗങ്ങൾ വരെയും വായിച്ചിരുന്നോ? ഓക്കെ ആണോ? എക്യുപ്മെന്റ്സ് ഓക്കെ, ശരി. അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പമല്ലേ ഈ ഒരു ചാപ്റ്റർ അല്ലെ? ഓരോ എക്യുപ്മെന്റ്സ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷെ അത് വ്യത്യസ്തമാണ്. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തിനു വേണ്ടിട്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പിന്നെയും ഉപകാരമൊക്കെ പെടും കേട്ടോ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഉപകരണത്തെ പറ്റി പറയും. അത് എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനി പിന്നീടൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ പിന്നെ ഒരു ഉപകരണത്തെ പറ്റി ചോദിക്കുമ്പോൾ അത് ഇന്നതാണ് എന്നല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ ഇത് ഇന്ന ഞാൻ ഇപ്പൊ ഈ ഒരു പിക്ചർ ഒന്ന് ഓർമ്മയൊക്കെ വരും. അപ്പൊ ഇത് നമ്മൾ പഠിച്ചതാണല്ലോ, അത് ഇന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് പിന്നീട് ഓർമ്മ വരും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ്, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ത്രെഡ്മിൽ ടെസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പൊ ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് കൂടി അറിയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്. ത്രെഡ്മിൽ ടെസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് കൂടി ഈ ഒരു ടെസ്റ്റിനെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. ഇതൊരു ക്ലിനിക്കലി ഒരു
ക്ലിനിക്കൽ എൻവയോൺമെന്റ് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുന്ന പിക്ചറിൽ കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, അതുപോലെ തന്നെ ECG മുതലായവയൊക്കെ ഒരു ടെക്നീഷ്യന്റെ സഹായത്തിൽ തന്നെ, ഒരു പ്രസൻസിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വളരെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് കൊടുത്തുകൊണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, നമ്മളൊരു എക്സസൈസ് ആണ്, ട്രെഡ്മിൽ നമ്മൾ സാധാരണ എക്സസൈസിന്റെ ഭാഗമായിട്ട് ചെയ്യാറ് അല്ലേ? എക്സസൈസിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നേ? അപ്പൊ അത്തരത്തില് ഇവിടെ നമ്മള് ഒരു എക്സസൈസ് പോലെ അവർക്ക് അവർ എക്സസൈസിന്റെ രൂപേണ അവർക്കൊരു സ്ട്രെസ് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു ടൈം ഒരു 30-45 മിനിറ്റ്സ് ഒക്കെ ലാസ്റ്റ് ചെയ്യും ഉണ്ടാവും ഈ ഒരു സെക്ഷൻ. അപ്പൊ അതില് അവർക്ക് പതുക്കെ സ്പീഡ് കൂട്ടിക്കൊടുത്ത് അവരുടെ ആ ഒരു സ്പീഡിനനുസരിച്ച് അവരുടെ ഹാർട്ട് ഫംഗ്ഷനിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ നിരീക്ഷിക്കുന്നത്. അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു എത്ര സ്ട്രെസ് കൊടുത്തിട്ടും അല്ലെങ്കിൽ എത്ര സ്പീഡിലായിട്ടും അവർക്ക് ഓൾമോസ്റ്റ്, അതായത് ഒരുപാട് സ്പീഡ് നല്ലാണ്ട് അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു മാക്സിമം ആദ്യം പതുക്കെ ആയിരിക്കും തുടങ്ങും. അതിനുശേഷം പതുക്കെ സ്പീഡ് കൂട്ടുമ്പോഴും അവർക്ക് ആ ഒരു ഹാർട്ട് ഫംഗ്ഷനിങ്ങിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ചിലർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് അത് ബുദ്ധിമുട്ട് വരാം, ചിലപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അവർക്ക് അത് എന്താണ് അതിനോടുള്ള അവരുടെ റെസ്പോൺസ് വളരെ മോശമായിരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്കേജ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ആവാം, അല്ലെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് ആ ഒരു ഹാർട്ട് ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓക്കെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ ഇവിടെ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ ഒരു എക്സസൈസ് മോഡ് ഈ ത്രെഡ്മിൽ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ഒരു എക്സസൈസ് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കും. അല്ല എങ്കിൽ ഒരു ഡ്രഗിന്റെ സ്റ്റിമുലേഷൻ വഴി, ഇപ്പൊ ചിലപ്പോൾ ത്രെഡ്മിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു ഡ്രഗിന്റെ ഒരു ഉത്തേജനം നൽകിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് പോലെ ഒരു ഡ്രഗിന്റെ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടാണ് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ത്രെഡ്മിൽ ടെസ്റ്റിന്റെ ആകെ 2 ചോദ്യങ്ങളാണ് ചോദിക്കാറ്. ഒന്നാമത്തെ പിക്ചർ കാണിച്ചിട്ട് ഇത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ ത്രെഡ്മിൽ ടെസ്റ്റിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാം. അതോടൊപ്പം ഇത് എന്തിന്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തിന്റെ കപ്പാസിറ്റിയാണ് ഇവിടെ നോക്കുന്നത്? ഈ ഒരു ടെസ്റ്റിലൂടെ ഏത് ഓർഗന്റെ കപ്പാസിറ്റിയാണ് നോക്കുന്നത്? ഏത് ഓർഗന്റെയാണ്? ത്രെഡ്മിൽ ടെസ്റ്റിലൂടെ ഏത് ഓർഗന്റെ കപ്പാസിറ്റി? വെരി ഗുഡ്, ഹാർട്ടിന്റെ അല്ലെ. അപ്പൊ ഹൃദയത്തിന്റെ കപ്പാസിറ്റിയാണ് നോക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണോ? ത്രെഡ്മിൽ ടെസ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ്, ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? വീട്ടിലുണ്ടോ ഈ ഒരു ഉപകരണം? ഇപ്പൊ നമ്മുടെ മിക്ക ആളുകളുടെയും വീടുകളിലുള്ള ഒരു ഉപകരണമാണ് അല്ലെ. എന്താണത്? ഗ്ലൂക്കോമീറ്റർ അല്ലെ? ആണോ? ഉണ്ട് അല്ലെ? ഇപ്പൊ ഗ്ലൂക്കോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപകരണം? ഇത് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാ? ബ്ലഡ് ഷുഗർ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഗ്ലൂക്കോസ് മീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോമീറ്റർ എന്ന് വിളിക്കുന്ന ഈ ഒരു ഉപകരണം. Then it can also be a piece of glucose paper immersed into a substance and measured to the glucose chart. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ആ ഒരു പിക്ചറിൽ തന്നെ കാണിച്ചിട്ട് സ്ട്രിപ്പ് ഉണ്ടായിരിക്കും അല്ലെ അതിന്? ഇല്ലേ? അതാണ് ആ ഒരു ഗ്ലൂക്കോസ് പേപ്പർ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രിപ്പില് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് സബ്സ്റ്റൻസ് ആണ് നമ്മൾ അതിൽ വെക്കുക? ആ ഒരു സ്ട്രിപ്പിലേക്ക് എന്ത് സബ്സ്റ്റൻസ് ആണ്, എന്ത് സബ്സ്റ്റൻസിലാണ് നമ്മൾ ആ ഒരു സ്ട്രിപ്പ് ഡിപ്പ് ചെയ്യുന്നത്? ബ്ലഡ് അല്ലെ. ബ്ലഡിലേക്ക് ഡിപ്പ് ചെയ്യും. അതിനുശേഷം ആ ഒരു ഗ്ലൂക്കോസ് പേപ്പറിന്റെ ആ ഒരു ചാർട്ട്, ഗ്ലൂക്കോസ് ചാർട്ട് വെച്ചിട്ട് അത് മെഷർ ചെയ്യാണ് അല്ലെ. നമുക്ക് ഉടനെ തന്നെ ഒരു 5 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു റീഡിങ് അതിൽ കാണാൻ പറ്റില്ലേ? ആ ഒരു ബ്ലഡ് കൊടുത്തിരിക്കുന്ന ആ ഒരു സാമ്പിൾ എടുത്തിരിക്കുന്ന ബ്ലഡിലെ ആ ഒരു ഗ്ലൂക്കോസിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, കോൺസെൻട്രേഷൻ ആ ബ്ലഡിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇതിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെന്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. ആ ഒരു സെന്റൻസ് അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതാ ചോദിക്കാറേ. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസ്
ഗ്ലൂക്കോസിന്റെ പ്രോപ്പർ കോൺസെൻട്രേഷൻ ശരിയായ ആ ഒരു അളവ് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ഏതാണ് എന്ന് ചോദിക്കാം. ഏതാ? ഗ്ലൂക്കോമീറ്റർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മീറ്റർ ആണ്. ആ പിക്ചർ നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഗ്ലൂക്കോമീറ്റർ ക്ലിയർ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് അല്ലെ, ഒരിക്കലും മറന്നുപോലില്ല. ഓക്കെ, അടുത്തത് ഇൻഫ്യൂഷൻ പമ്പ്. ഇതും നിങ്ങൾ അത്ര കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. ഇൻഫ്യൂഷൻ പമ്പ് കണ്ടിട്ടുണ്ടോ? ഈ ഒരു പിക്ചറിലുള്ള ആ ഒരു ഉപകരണം, മെഡിക്കൽ എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? സാധാരണ അങ്ങനെ എപ്പോഴും കാണാത്തൊരു ഉപകരണമാണ്. നമുക്ക് അങ്ങനെ വാർഡിലോ അല്ലെങ്കിൽ റൂമുകളിലോ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. ഇത് കൂടുതലും ICU പോലെയുള്ള ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന, എമർജൻസി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന ഒക്കെ ഏരിയാസില്, തിയേറ്ററുകളിൽ അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഇത് സാധാരണ ഇൻഫ്യൂഷൻ പമ്പ്. നമ്മുടെ സിറിഞ്ച് പമ്പ് പഠിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ അപ്പൊ അവിടെ ഇൻഫ്യൂഷൻ പമ്പ് എന്നൊരു വേർഡ് യൂസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് സിറിഞ്ച് പമ്പിനേലും കുറച്ചുകൂടി വലിയ രീതിയിൽ, അതായത് സിറിഞ്ച് പമ്പിൽ നമ്മൾ സ്മോൾ എമൗണ്ട് വളരെ ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് കൊടുക്കാനായിരുന്നു സിറിഞ്ച് പമ്പ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ഇൻഫ്യൂഷൻ പമ്പ് ആ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവട്ടെ. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞാല് ഈസ് ഇൻജെക്ട് that fluids medication of nutrients into a patient circulatory system. ഒരു പേഷ്യന്റിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? മെഡിസിൻസ് ആവാം, ഫ്ലൂയിഡുകളാവാം, അല്ലെങ്കിൽ ന്യൂട്രിയൻസോ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവീനിയസ്ലി. എന്താ ഇൻട്രാവീനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഇൻട്രാവീനിയസ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞരമ്പിലൂടെ അല്ലേ? ഇൻട്രാവീനിയസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പിലൂടെ നമുക്ക് ഇഞ്ചക്ഷൻസ് രൂപേണ കൊടുക്കാം അല്ലെ? ഓൾസോ സബ്ക്യൂട്ടേനിയസ്. എന്താ സബ്ക്യൂട്ടേനിയസ്? എന്തായിരിക്കും? അണ്ടർ ദ സ്കിൻ അല്ലെ? സ്കിന്നിന് താഴെയായിട്ട് ആർട്ടീരിയൽ, നമ്മുടെ ധമനികളിലൂടെ. സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എന്താ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്പൈനൽ കോഡിന്റെ ചുറ്റുമുള്ള ഭാഗം. അവിടെ നമ്മളിപ്പോ C-sections ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇഞ്ചക്ഷൻസ് എടുക്കാറില്ലേ? പെയിൻ റിലീവ് ചെയ്യാൻ വേണ്ടിട്ട്, പെയിൻ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇല്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? എടുക്കാറില്ലേ? അത്തരത്തിലുള്ള ഇൻഫ്യൂഷൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് പറയുന്നത് നമ്മുടെ എന്താണ് സ്പൈനൽ കോഡിന്റെ, നട്ടലിന്റെ സ്പൈനൽ കോഡിന്റെ രണ്ട് ഭാഗങ്ങളിലും ആയിട്ട് ചെയ്യുന്നതിനെയാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉപകരണം യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാവീനിയസിലെ മെഡിസിൻസോ ഫ്ലൂയിഡ്സോ ന്യൂട്രിയൻസോ പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അണ്ടർ ദ സ്കിൻ, സ്കിന്നിന് തൊട്ട് താഴെ, ചർമ്മത്തിന് താഴെയായിട്ട് നമുക്ക് മെഡിസിൻസ് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ആർട്ടീരിയൽ, നമ്മുടെ ധമനികളിലൂടെ ഫ്ലൂയിഡ്സോ ന്യൂട്രിയൻസോ അതുപോലെ തന്നെ മെഡിസിൻസോ ഒക്കെ കൊടുക്കാനും ഈ ഒരു ഇൻഫ്യൂഷൻ പമ്പ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻഫ്യൂഷൻ പമ്പിന്റെയും സിറിഞ്ച് പമ്പിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂഷൻ പമ്പില് ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്സും മെഡിസിൻസും ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സിറിഞ്ച് പമ്പിൽ അങ്ങനെയല്ല, വളരെ ഗ്രാജുവൽ ആയിട്ട് വളരെ സ്മോൾ എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കാൻ പറ്റുക അല്ലെ? ഫ്ലൂയിഡ്സോ മെഡിസിൻസോ ആണ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഫ്ലൂയിഡ്സും മെഡിക്കേഷൻസും ന്യൂട്രിയൻസും ഒക്കെ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് പല രീതിയിൽ ഇവിടെ ആ ഒരു അളവോ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ലാർജ് എമൗണ്ടിൽ വരെയും നമുക്ക് ഈ ഇൻഫ്യൂഷൻ പമ്പ് വഴി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഇൻഫ്യൂഷൻ പമ്പ് എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഇതിന്റെ തന്നെ ചെറിയ വെർഷൻ ആണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 3 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സ്റേ പഠിച്ചിട്ടില്ലേ? റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററില് എക്സ്റേ, CT, MRI ഒക്കെ പഠിച്ചതല്ലേ? ഓക്കെ, അത് തന്നെ ഇവിടെയും പറയുന്നത്. എക്സ്റേ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ? നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ശരിയല്ലേ? എക്സ്റേ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സ്റേ എടുക്കാൻ പറ്റും അല്ലെ? ഒരുപാട് സമയം പ്രൊസീജിയേഴ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അതുപോലെ തന്നെ വേദന ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ബോഡിയിൽ മുറിവോ അല്ലെങ്കിൽ വേദനകളോ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ഇറ്റ്സ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി അല്ലെ? നമ്മുടെ ബോഡിയുടെ അകത്തെ
സ്ട്രക്ചേഴ്സിന്റെ ഘടനയുടെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ബോൺസിന്റെ അല്ലെ, പ്രധാനമായിട്ടും നമ്മൾ ബോൺസിന്റെ പോലെയുള്ള അത്തരം ബോഡിയുടെ ഉള്ളിലെ സ്ട്രക്ചേഴ്സിന്റെ പ്രധാനമായിട്ടും ബോൺസിന്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജുകൾ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള വേദനരഹിതമായിട്ടുള്ള പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് എക്സ്റേ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ് കേട്ടോ, വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കണ്ട, ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമല്ലേ. ഓക്കെ, രണ്ടാമത്തത് സി ടി സ്കാൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലെ, സി ടി സ്കാൻ പഠിച്ചില്ലേ? ഇമേജിംഗ് ടെക്നോളജീസിൽ പഠിച്ചില്ലേ സി ടി സ്കാൻ? അപ്പൊ നമുക്ക് എ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ഓർ എ സി ടി സ്കാൻ utilizes computer processed combinations of many X-ray measurements taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without peering. എന്താണ് സി ടി സ്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് അല്ലെ? അറിയാലോ ഇതിന്റെ പേര്, എക്സ്പെറൻസ് ഫോം അറിയാലോ? അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ, ചോദിക്കാറുണ്ടേ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. യൂട്ടിലൈസസ് ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻസും അല്ലെ, ഒരു എക്സിറ്റ് ശരിക്കും ഒരു എക്സ്റേ മെഷർമെന്റ് തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ്? ഒറ്റ ആംഗിളിൽ നിന്നുള്ളതല്ല, പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകളുടെ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജസ് എടുത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് സി ടി സ്കാൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്കാൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് പല പല ആംഗിളിൽ നിന്ന് എടുത്തിരിക്കുന്ന എക്സ്റേ ഇമേജുകൾ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആണ് നമുക്ക് സി ടി സ്കാനിലൂടെ ലഭിക്കുക. ആൻഡ് പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ടിയറിംഗ്. ഇവിടെയും നമുക്ക് ആ ഇൻസൈഡ് ഉള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കീറി മുറിച്ച് നമ്മൾ നോക്കേണ്ടതോ നിരീക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? നമ്മൾ ഏത് ഭാഗമാണോ നിരീക്ഷിക്കുന്നത് അത് നമുക്ക് അവിടെ ടിയർ ചെയ്ത് മുറിവുണ്ടാക്കി നോക്കേണ്ട കാര്യമുണ്ടോ ഉള്ളിലേക്ക്? ഇല്ല അല്ലെ? മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻസൈഡ് ഉള്ള ഒബ്ജക്റ്റിന്റെ ഇമേജസ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 3D ആയിട്ടുള്ള ഒരു പ്രൊജക്ഷണൽ ഇമേജസ് നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ആയിട്ടുള്ള റിസൾട്ടിലൂടെ കിട്ടുന്നതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ സി ടി സ്കാൻ? ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് മിസ് ഒരുപാട് ഡീറ്റെയിൽ പറയാത്തത് കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴും ഇത് ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിലും സെക്കൻഡ് മോഡ്യൂളിലും ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ചു പോയിട്ടുണ്ടാവും. ദെൻ അടുത്തത് MRI. MRIയുടെ എക്സ്പാൻഡ് ഫോം നോക്കി വെക്കണം കേട്ടോ, അത് ചോദിക്കാറുള്ളതാണ്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. മേക്ക് ഷുവർ ഓഫ് എ ലാർജ് മാഗ്നറ്റ് ആൻഡ് റേഡിയോ വേവ്സ് ടു ഒബ്സർവ് ഓർഗൻ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ ബോഡി. എന്തായിരിക്കും? അപ്പൊ MRI എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വലിയൊരു മാഗ്നറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ കുറിച്ചും അതിന്റെ മറ്റു ഘടനയെ കുറിച്ചും എന്താണ് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI എന്ന് പറയുന്നത്. ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മേക്ക് യൂസ് ഓഫ് MRI സ്കാൻസ് ടു ഡയഗ്നോസ് വേരിയസ് കണ്ടീഷൻസ് ദാറ്റ് അഫക്ട് എന്താ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് MRI സ്കാനുകൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഏതൊക്കെ ഭാഗത്തെ ബാധിക്കുന്നത്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. MRIs കൂടുതലും ചെയ്യുന്ന രോഗനിർണയം നടത്താൻ വേണ്ടി കൂടുതലും ചെയ്യുന്ന ഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് MRI ചെയ്യാറുണ്ട്. ബോൺസ് ആൻഡ് ജോയിന്റ്സും നമുക്ക് ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല, നമുക്ക് അവിടെ പൊട്ടലോ ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതേസമയം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കാനും എന്താണ് പ്രശ്നമെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇമേജുകൾ എടുക്കാനും അത് നിരീക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ MRI പോലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിന്റെ, ബോൺസ് ആൻഡ് ജോയിന്റ്സിന്റെ, ബ്രസ്റ്റ്, അതുപോലെ തന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് മുതലായവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജുകളും അതിന്റെ ആ ഒരു ഓർഗൻ സ്ട്രക്ചർ എന്താണ്, മറ്റു ഘടകങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മാഗ്നറ്റും റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ MRI എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 3 എണ്ണം ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. MRI, CT സ്കാൻ പറഞ്ഞു, എക്സ്റേ,
ഇൻഫ്യൂഷൻ പമ്പ്, ഗ്ലൂക്കോമീറ്റർ, ട്രെഡ്മിൽ ടെസ്റ്റ്. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓട്ടോക്ലേവ്. പഠിച്ചിട്ടില്ലേ? CS60 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലേ ഓട്ടോക്ലേവ്സ്? പഠിച്ചിട്ടുണ്ട്. അപ്പോ ഓട്ടോക്ലേവ് ആണ് കേട്ടോ അടുത്തത്. ആൻഡ് ഓട്ടോക്ലേവ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചർ, സ്റ്റീം ആൻഡ് പ്രഷർ to destroy microorganisms such as bacteria, viruses, fungus and spores or items that are put inside its pressure vessel. അപ്പൊ ഈ ഒരു എന്താണ് ഓട്ടോക്ലേവിന്റെ ആ ഒരു പ്രഷർ വെസലിന്റെ ഉള്ളില് വെച്ചിട്ടുള്ള ഐറ്റംസ്. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിന്റെ മൈക്രോ ഐറ്റംസിലുള്ള ബാക്ടീരിയാസ് ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, സ്പോസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബീജകോശങ്ങളാണ്, റിപ്രൊഡക്റ്റീവ് സെൽസ് ആണ് സ്പോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാക്ടീരിയയുടെ ആവാം, ഫംഗസിന്റെ ആവാം, പ്ലാന്റ്സിന്റെ ആവാം. അത്തരത്തിലുള്ള ബീജകോശങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റീവ് സെൽസ് ആണ് സ്പോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോസ് മുതലായിട്ടുള്ളവയൊക്കെ ഈ പറയുന്ന നമ്മൾ ഈ പ്രഷർ വെസലിനുള്ളിൽ വെക്കുന്ന ആ ഐറ്റംസിൽ ഉണ്ട് എങ്കിൽ അതിനെ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഹൈ ടെമ്പറേച്ചർ, സ്റ്റീമും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഐറ്റംസിന്റെ ആ ഒരു അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് autoclave എന്ന് പറയുന്നത്. Then autoclaves are commonly used as steam sterilizers in healthcare and laboratory, food and pharmaceutical industries. എന്താ as a steam sterilizer എന്നാണ് സാധാരണയായിട്ട് steam sterilizer ആണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ഓട്ടോക്ലേവ്സ് എന്ന് പറയുന്നത്. അത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണെങ്കിലും ലബോറട്ടറിയിലാണെങ്കിലും ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരു സ്റ്റീം സ്റ്റെറിലൈസർ എന്ന രീതിയിലാണ് ഒരു കോമൺ ആയിട്ടുള്ള ഓട്ടോക്ലേവ് ആയിട്ട് ഇവയാണ് അറിയപ്പെടാറ്. അപ്പോ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഈ മെക്കാനിക്കൽ ഡിവൈസ് ഹൈ ടെമ്പറേച്ചറും സ്റ്റീമും ഹൈ ടെമ്പറേച്ചറും ടെമ്പറേച്ചർ, സ്റ്റീം ആൻഡ് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇതിനുള്ളിലുള്ള പ്രഷർ വെസലിലേക്ക് ഇൻസൈഡ് ചെയ്ത് കൊടുക്കുന്ന ഐറ്റംസിനുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, സ്പോസ് മുതലായവയൊക്കെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇനി ഓട്ടോക്ലേവ്സ് കോമൺ ആയിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും ലബോറട്ടറിയിലും ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഴ്സും ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി ഓട്ടോക്ലേവ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? പഠിച്ച കാര്യം തന്നെ. ഓക്കെ,
നെക്സ്റ്റ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ കണ്ടിട്ടുണ്ടോ? ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. ഇൻഫന്റ് ഇൻക്യുബേറ്റർ ഇസ് എ സ്മോൾ എക്യുപ്മെന്റ് that commonly used in pediatric ഹോസ്പിറ്റലുകളില്, ബർത്തിങ് സെന്ററുകളില്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് ഈ ഒരു സ്മോൾ എക്യുപ്മെന്റ് ആയിട്ടുള്ള ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് കാണാറ് അല്ലെ. നോക്കിയേ, possibly the most apparent function of an infant incubator is to safeguard infant during the earlier stage of life. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻക്യുബേറ്റർ സാധാരണയായിട്ട് എത്തരത്തിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ യൂസ് ചെയ്യാം? എത്തരത്തിലുള്ള കുട്ടികൾക്കാണ്? ഒരുവിധം ഇച്ചിരി വലിപ്പമായാലും ഒരു 1, 2, 3 വയസ്സായ കുട്ടികൾക്കാണോ? ആണോ കൂടുതലും ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? എങ്ങനെയുള്ള കുട്ടികൾക്കാ? ഇൻഫൻസ് അല്ലെ, അതായത് ന്യൂ ബോൺ ആയിട്ടുള്ള, ജനിച്ച, അതായത് ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ശിശുക്കൾക്ക്. ശരിയല്ലേ? അവര് ജനിച്ച് ആദ്യഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ശിശുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻക്യുബേറ്റേഴ്സ്, ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഉള്ളത് അല്ലെ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന മക്കളാണ്, കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ആവശ്യമായ കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? ഇൻക്യുബേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് വരുന്നത് അല്ലെ. അതുപോലെ തന്നെ പ്രിമച്വർ ആയിട്ടുള്ള ബർത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇല്ലേ, മാസം തികയാതെയുള്ള പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രോഗങ്ങൾ, ഉടനെ തന്നെ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം കുട്ടികളെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി കെയർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കോമൺ ആയിട്ട് പീഡിയാട്രിക് ഹോസ്പിറ്റലുകളില്, ബർത്തിങ് സെന്ററുകളില്, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് മുതലായിടങ്ങളിലാണ് കോമൺ ആയിട്ട് ഈ ഒരു സ്മോൾ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഏർലി സ്റ്റേജ് ഓഫ് ലൈഫ്, ഇൻഫൻസ്, അതായത് ശിശുക്കളുടെ അവരുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അവരെ സുരക്ഷിതമാക്കാനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻക്യുബേറ്റർ, ഇൻഫന്റ് ഇൻക്യുബേറ്റർ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് മെഡിക്കൽ റെഫ്രിജറേറ്റർ. ഹോസ്പിറ്റലുകളില് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ എന്തിനാ മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ഉള്ളത്? എന്തിനാണ് മക്കളെ, എന്തിനാണ് റെഫ്രിജറേറ്റേഴ്സ് ഉള്ളത്? മെഡിസിൻസും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്റർ ആയിരിക്കും അല്ലെ. അല്ലാതെ നമ്മുടെ വീടുകളിലുള്ള പോലത്തെ റെഫ്രിജറേറ്റർ ആയിരിക്കും? അല്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചും അവിടെ വെക്കേണ്ടെന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അല്ലെ റെഫ്രിജറേറ്ററിൽ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ വാക്സിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, മറ്റു മെഡിസിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ കൃത്യമായ ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റെഫ്രിജറേറ്റർ ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. Medical refrigerators are particularly designed to meet the required temperature demand for safe vaccine storage. Vaccines ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിമാൻഡിനനുസരിച്ച് അത്തരം ടെമ്പറേച്ചർ ഡിമാൻഡ് ഒക്കെ നിറവേറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രൂപകൽപ്പന നടത്തിയിട്ടുള്ള റെഫ്രിജറേറ്റർ ആണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. And its temperature ranges from between 35 degree Fahrenheit to 46 degree Fahrenheit. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കാറുണ്ട്, മാറിപ്പോവാൻ സാധ്യതയുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു റേഞ്ച് എത്രയാണ് പഠിച്ചു വെച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുവേ. അപ്പോ 35 to 46 degree Fahrenheit ആണ് എന്നുള്ളത് ആ ഒരു എന്താണ് ആ ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു റേഞ്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. This medical refrigerator will securely store a wide range, എന്താ wide range of medicines. അപ്പൊ ഈ ഒരു എന്താണ് റെഫ്രിജറേറ്ററിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ റേഞ്ച് ആണ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസും വാക്സിൻസും ഒക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത്. അതാണ് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 35 degree Fahrenheit മുതൽ 46 degree Fahrenheit വരെയാണ് ഈ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്ററിലെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെഡിക്കൽ റെഫ്രിജറേറ്റർ ക്ലിയർ ആണോ? ഓക്കെ, ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, നെക്സ്റ്റ് വാക്കർ. കണ്ടിട്ടുണ്ടോ വാക്കർ? വാക്കർ കണ്ടിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാ വാക്കർ യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളാ വാക്കർ യൂസ് ചെയ്യുന്നേ? എങ്ങനെയുള്ള ആളുകളാ വാക്കർ യൂസ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ആളുകളാ? എന്താണ് വാക്കർ എങ്ങനെയുള്ള ആളാ യൂസ് ചെയ്യുന്നേ? വാക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള, അല്ലെ, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള അവശതയിലുള്ള ആളുകൾക്കാണ് സാധാരണ നമ്മൾ വാക്കർ യൂസ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ അതിപ്പോ ചിലപ്പോ അവർ പ്രായമായതിൻ്റെതായ ബുദ്ധിമുട്ടുകളാവാം, അല്ലെ, ചിലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാവാം, ശരിയല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളുടെ ഫലമായിട്ട് ടെമ്പററി ആയിട്ട് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നതും ആവാം, ശരിയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് വാക്കിങ്ങിന് ബുദ്ധിമുട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നേരെ നിൽക്കാനായിട്ട്, ബാലൻസിൽ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയോട് കൂടി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ അവർക്ക് സപ്പോർട്ടിന്, എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഈ വാക്കേഴ്സ് യൂസ് ചെയ്യാറ്, അല്ലെ? എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ടല്ലേ അവര് വാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്, നടക്കാനുള്ള ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. അപ്പൊ നോക്കിയേ, എ വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം is an instrument for elderly and disabled elderly people. രണ്ടാമത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. Who require extra support to maintain balance or stability while they walk. അവർ നടക്കുന്ന സമയത്ത് ഇപ്പൊ പ്രായമായവരാവാം, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വൈകല്യങ്ങളുള്ള ആളുകളാവാം. അപ്പൊ അത്തരത്തില് പ്രായമായവരോ, അല്ലെങ്കിൽ എന്താണ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടേ, എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള, എന്താണ്, വൈകല്യമുള്ള ആളുകളോ, അല്ലെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് സംഭവിച്ച് താൽക്കാലികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി, എന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഫ്രാക്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു എക്സ്ട്രാ സപ്പോർട്ട്, അവർക്ക് നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബാലൻസ് കിട്ടാനും, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വാക്കേഴ്സ് അല്ലെങ്കിൽ വാക്കിംഗ് ഫ്രെയിം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊരു എക്സ്ട്രാ സപ്പോർട്ടാണ് നമ്മുടെ വാക്കിങ്ങുമായി ബന്ധപ്പെട്ട ബാലൻസും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആ ഡിസേബിൾഡ് ആയിട്ടുള്ള, എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക്, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്കിംഗ് ഫ്രെയിം അല്ലെങ്കിൽ വാക്കർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി. വാക്കർ, അതുപോലെ തന്നെ മെഡിക്കൽ റെഫ്രിജറേറ്റർ, ദെൻ ഇൻക്യുബേറ്റർ, അത് മൂന്നൊന്ന് വേഗം വായിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് റിപ്ലൈ ചെയ്യണേ. കഴിഞ്ഞോ? ഓക്കെ, ശരി. ദെൻ അടുത്തത് ട്രക്കിയോസ്റ്റോമി. ട്രക്കിയോസ്റ്റോമി പഠിച്ചിട്ടില്ലേ? ഒരു ടേം കേട്ടിട്ടില്ലേ? ഉണ്ടോ? ആ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത് എന്ത് പ്രൊസീജിയർ ആണ്. എന്താ പ്രൊസീജിയർ? ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നത്? ട്രക്കിയോസ്റ്റോമി എന്തിനു വേണ്ടിയിട്ട് ചെയ്യാൻ, എങ്ങനെയോ എന്ത് കണ്ടീഷനുള്ള പേഷ്യൻസിനാണ് നമ്മൾ ട്രക്കിയോസ്റ്റോമി സാധാരണയായിട്ട് പ്രിഫർ ചെയ്യുന്നത്? എന്ത് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണ്? ട്രക്കിയോസ്റ്റോമി ത്രോട്ടുമായി ബന്ധപ്പെട്ടാണോ? അവരുടെ എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാ, അല്ലെ? എയർവേ ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ആളുകൾക്കൊക്കെ സാധാരണ ആദ്യമൊക്കെ നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതൊന്നും പറ്റുന്നില്ല എന്ന് വരുമ്പോൾ കാര്യങ്ങളൊക്കെ
യൂസ് ചെയ്തൊന്നും പറ്റാതെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്ന പ്രൊസീജിയർ കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കി, ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാ. നമ്മള് അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് റീജിയണലോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടാണ് ഈ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത്. അത് ഇൻസിഷൻ ഓഫ് ദ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്ക്. നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ നെക്കിന്റെ മുൻഭാഗത്തായിട്ട് ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. പിക്ചർ നോക്കി കാണാൻ പറ്റുന്നില്ലേ? ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെ നമ്മുടെ നെക്കിന്റെ ആ ഒരു ഭാഗത്ത്, നെക്കിന്റെ ആ ഒരു ട്രക്കിയയുടെ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് എയർവേ ത്രൂ ദ ഇൻസിഷൻ ഇൻ ടു ദ ട്രക്കിയ, ആ ഒരു മുറിവിലൂടെ നമ്മുടെ ട്രക്കിയിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ലെൻസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് കേട്ടോ. വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളുള്ള ആളുകൾക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അവരെ നിലനിർത്താൻ വേണ്ടി ബ്രീതിങ് ഓക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അവർക്ക് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതിൽ നമ്മുടെ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്കിന്റെ മുൻവശത്ത് ഒരു മുറിവുണ്ടാക്കുകയും നമ്മുടെ ശ്വാസനാളത്തിൽ ആ ഒരു മുറിവിലൂടെ നമ്മൾ നേരിട്ട് ശ്വാസനാളം അല്ലെങ്കിൽ ആ ഒരു ട്രക്കിയിലൂടെ ലെൻസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, ട്രാക്കിയോസ്റ്റോമി ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ക്രച്ചസ്. ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ആ ഒരു പിക്ചർ നോക്കിയേ, ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ആ പിക്ചറിലുള്ള 3 ടൈപ്പും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ക്രച്ചസ് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? ക്രച്ചസ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നേ? 3 വടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നേ? വാക്കിങ്ങിന് വേണ്ടി അല്ലെ. ഇതൊരു വാക്കിംഗ് എയ്ഡ് ആണ് അല്ലെ. അവർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഊന്നുവടിയാണ് ക്രച്ചസ് എന്ന് പറയുന്നത് അല്ലെ. ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് ദാറ്റ് ഹെൽപ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബേസ് ഓഫ് സപ്പോർട്ട് അല്ലെ. ആ ഒരു ഇൻഡിവിജ്വലിന്റെ സൈസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ബേസ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ശരിയല്ലേ? അവരുടെ നോക്കിയേ, ദേ ക്യാരി വെയിറ്റ് ഫ്രം ദ ലെഗ്സ് ടു ദ അപ്പർ ബോഡി. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു കാലിന് നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് നമ്മുടെ കാല് താങ്ങാറുണ്ട് ഇല്ലേ? നമ്മുടെ കാലല്ലേ നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് താങ്ങുന്നത്. അത്തരത്തില് ചില വ്യക്തികൾക്ക് ചിലപ്പോ അവരുടെ ലെഗ്സിന് ആ ഒരു വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസിൽ, അതിപ്പോ ഡിസബിലിറ്റി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റി, ആക്സിഡൻസോ കാര്യങ്ങളോ പറ്റി പരിക്കുകൾ പറ്റിയത് കൊണ്ടാവാം. അപ്പൊ നമ്മുടെ കാലാണ് നമ്മുടെ അപ്പർ ബോഡിയുടെ ആ ഒരു വെയിറ്റ് താങ്ങുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് നമ്മുടെ ആ ഒരു അപ്പർ ബോഡിയുടെ ആ ഒരു വെയിറ്റ് നമ്മുടെ ലെഗ്സിന്, നമ്മുടെ കാലിന് ആ ഒരു വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സമയത്ത് ആളുകൾക്ക് യൂസ് ചെയ്യാൻ ഒരു സപ്പോർട്ട്, ആ ഒരു വെയിറ്റ് താങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് എന്തെന്ന് പറയുന്നത് ക്രച്ചസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഷോർട്ട് ടേം ആയിട്ട് ഇഞ്ചുറി ഒക്കെ പറ്റിയ ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മതി അല്ലെ. അവരത് നോർമലായി റിക്കവർ ആവുന്നത് വരെ യൂസ് ചെയ്താൽ പോരെ. അല്ലാതെ കാലങ്ങളായിട്ട് അവരത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേ പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഡിസബിലിറ്റി ഒക്കെ സംഭവിച്ച ആളുകള്, വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളെ ഈ ഒരു ക്രച്ചസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കാലൊക്കെ മുറിച്ച് മാറ്റിയവരോ അല്ലെങ്കിൽ കാലുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ളവര് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട്, ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ക്രച്ചസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ കണ്ടു കാണും. ആക്സിലറി എന്നാണ് കേട്ടോ. ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ചസ് ഉണ്ട്, ഗട്ടർ ക്രച്ചസ് ഉണ്ട്. ആ 3 എണ്ണത്തിന്റെയും പിക്ചറും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആക്സിലറി ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ആ 3 എണ്ണത്തിന്റെയും പിക്ചേഴ്സ് കണ്ടല്ലോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ആക്സിലറി ക്രച്ചസ്. അത് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? എവിടെയാണ്? നമ്മുടെ ആൻസർ അല്ലെ. നമ്മുടെ കക്ഷത്തിനിടയിലായിട്ടല്ലേ അവരത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെ. കണ്ടിട്ടില്ലേ അത് കൊണ്ടുപോകുന്നേ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ?
നമ്മുടെ കൈയുടെ ഇടയിലായിട്ട് അല്ലെ, കൈയുടെ ഇടയിൽ നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്തായിട്ട് ആംസിന്റെ ഭാഗത്താണ് വെക്കുന്നത് അല്ലെ. ഇനി രണ്ടാമത്തത് എൽബോ ക്രച്ചസ്. എൽബോ ക്രച്ചസ് എവിടെയാ വെക്കുക, എവിടെയാണ് അത് സ്ഥാപിക്കുക? നമ്മുടെ കൈമുട്ടിന്റെ ഭാഗമായിട്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ അത് എൽബോ ക്രച്ചസ് എന്ന് വിളിക്കുന്നത്. എൽബോ നമ്മുടെ കൈമുട്ടിന്റെ ആ ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്തിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്, നടക്കുന്നത് അല്ലെ. അത് എന്താണ് കുത്തിയായിരിക്കും അവര് നടക്കുന്നത് ആ ഒരു വഴിയുടെ സഹായത്തോടു കൂടി. ഇനി എന്താണ് ഗട്ടൽ ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ഗട്ടൽ ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ഗട്ടൽ ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗട്ടൽ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എൽബോ ക്രച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നവർക്ക് എൽബോ ക്രച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അതേസമയം അത്തരത്തിൽ നമ്മുടെ കൈക്ക് അത്രയും ബലമില്ല. അപ്പൊ അങ്ങനെ ഒരു 90 ഡിഗ്രിയിൽ നമ്മൾ കൈമുട്ട് വെക്കുകയാണ്. അതായത് ഒരു എന്താണ് ഇപ്പൊ വീക്ക് ആയിട്ടുള്ള ഹാൻഡ് ആണ്, നമുക്ക് അത്രയും ബലം കൊടുക്കാൻ പറ്റാത്തൊരു കൈക്കാണ്, വീക്ക് ആയിട്ടുള്ള ഹാൻഡ് ആണ്, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള നമ്മുടെ കൈയുടെ റിസ്റ്റില് കൈത്തനയ്ക്കൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താണ് ഗട്ടൽ ക്രച്ച് സാധാരണ യൂസ് ചെയ്യാം. അതായത് ഇതിന് മുകളിൽ നിങ്ങൾ ആ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ കൈ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡ് പോലെ കാണിച്ചിരിക്കുന്ന കണ്ടോ? അവിടെ നമുക്ക് ഇങ്ങനെ കൈ കിടക്കില്ല, എന്നിട്ട് ആ ഒരു പിടിക്കേണ്ട ഒരു പിടി കണ്ടോ, അവിടെ ഒരു സ്റ്റാൻഡ് പോലെ കണ്ടോ? ആ ഒരു പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ എന്താണ് സാധാരണ നമ്മളൊരു ടേബിളിന്റെ പുറത്തൊക്കെ നമ്മളൊരു കൈ ഇങ്ങനെ വെക്കില്ലേ, അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഇതിന് ആ സൈസ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ലെങ്ത് നമ്മുടെ ആ ഒരു നടക്കാൻ പറ്റുന്ന ലെങ്തിനനുസരിച്ച് ആ ഒരു എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റാൻഡിന്റെ ലെങ്ത് കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു കൈ നമ്മുടെ ടേബിളിന്റെ മുകളിലൊക്കെ നമ്മൾ എങ്ങനെയാ വെക്കാം? സാധാരണ നമ്മൾ എടുത്തു വെക്കും അല്ലെ. ടേബിളിന്റെ മുകളിൽ സാധാരണ നമ്മൾ നീളത്തിൽ എടുത്തു വെക്കില്ലേ കൈ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രച്ചിന്റെ മുകളിൽ ആ ഒരു കൈ പ്ലേസ് ചെയ്യാനോ, ആ ഒരു ചെറിയതായിട്ടൊരു ഹാൻഡിൽ കണ്ടോ, കൈ വെച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ കണ്ടോ, ആ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് അവിടെ കൈ നമുക്ക് അവിടെ നീളത്തിൽ നമുക്ക് സാധാരണ ടേബിളിന്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത് പോലെ തന്നെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം ആ ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ക്രച്ചസ് എന്ന് പറയുന്നത് എന്താണ്? കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് അല്ലെ, നമുക്ക് നടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു തരം വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ് ടു എൻഹാൻസ് ദ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബേസ് ഓഫ് സപ്പോർട്ട് അല്ലെ. അവരുടെ ഒരു ബേസ് ഓഫ് സപ്പോർട്ട് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദേ ക്യാരി weight from the legs to the upper body and are many times used by people who are unable to their legs to support their weight from short-term injuries to long-lasting disabilities. ഇവിടെ നമ്മുടെ ആ ഒരു ബോഡിയുടെ അപ്പർ ബോഡി പാർട്സിന്റെ ആ ഒരു വെയിറ്റ് നമ്മുടെ ലെഗ്സിന് ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ടൈമിൽ നമുക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്രച്ചസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇഞ്ചുറീസ് പറ്റിയവർക്ക് ലോങ് ടേം ആയിട്ടും ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ലോങ് ടേം ആയിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3 ടൈപ്പിലുണ്ട്. ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ചസ് ഉണ്ട്, ഗട്ടൽ ക്രച്ചസും ഉണ്ട്. ഓക്കെ ആണോ? ക്രച്ചസ് ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ അടുത്ത എക്യുപ്മെന്റ് പറയട്ടെ, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. വായിക്കാത്ത ആ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വാ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി 2 കൂടി ഉണ്ട്, അതുകൂടി പറയാം. വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ?
ഓക്കെ, ശരി. നെക്സ്റ്റ് കാർഡിയാക് മോണിറ്റർ. കേട്ടാ, കാർഡിയാക് മോണിറ്റർ. ഇനി രണ്ട് ഉപകരണം കൂടി പറയാനുള്ളൂ കേട്ടോ നമുക്ക്. കാർഡിയാക് മോണിറ്റർ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? കാർഡിയാക് മോണിറ്റർ? ഓക്കെ, നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ഫിലിംസിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, കാർഡിയാക് മോണിറ്റർ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ എന്തുമായി ബന്ധപ്പെട്ടാണെന്ന്. is an equipment that exhibit the electrical and pressure waveforms of the cardiovascular system for measurement and treatment. നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു വേവ് ഫോംസിലാണ് കാണുന്നത് അല്ലെ. മെഷർമെന്റ് എങ്ങനെയാ? ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോമിലല്ലേ കാണുന്നത്. ആ ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു വേവിന്റെ രൂപത്തിലല്ലേ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ഹാർട്ടും അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് വെസൽസുമായി ബന്ധപ്പെട്ട മെഷർമെന്റുകളും കാര്യങ്ങളൊക്കെ ഒരു പ്രഷർ വേവ് ഫോമിൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്രഷർ വേവ് ഫോമില് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ആൻഡ് പാരാമീറ്റേഴ്സ് പർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില മെഷർമെന്റ്സും നമുക്ക് ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓക്സിജൻ കണ്ടന്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. And it most commonly used in emergency rooms and critical care areas to observe. എമർജൻസി റൂമുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി റൂമുകളിൽ ഈ ഒരു ഉപകരണം ഉണ്ട്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്, നമ്മുടെ തീവ്ര പരിചരണം ഒക്കെ കൊടുക്കുന്ന ഏരിയാസ്. അതുപോലെ തന്നെ ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, ഇപ്പൊ ഓപ്പറേഷൻസോ കാര്യങ്ങളോ, അപ്പൊ അത്തരത്തിലുള്ള ശസ്ത്രക്രിയാനന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് രോഗികൾക്ക് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ടോ, അവരുടെ ഹാർട്ട് ബീറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഹാർട്ടിന്റെ ഹൃദയത്തില് ഇറഗുലർ ബീറ്റ്സ് ഉണ്ടാവുന്നുണ്ടോ, ഹാർട്ട് ഹൃദയത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ, ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഓക്സിജൻ ലെവലിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ്. എന്താണ് ഇലക്ട്രോലൈറ്റ്? ഏതൊക്കെയാ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം മുതലായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയുള്ള പേഷ്യൻസിന് നമുക്ക് ഈ ഒരു ഉപകരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസ്, സ്ഥിരതയില്ലാത്ത, സ്റ്റേബിൾ അല്ലാത്ത, എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും സ്റ്റെബിലിറ്റി ഇല്ലാതെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, പ്രഷറില്, ഷുഗർ ലെവലില്, അങ്ങനെ വൈറ്റൽ സയൻസിലൊക്കെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസിന്, അപ്പൊ അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ഏരിയാസിലും എമർജൻസി റൂമുകളിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ആ ഒരു ഹാർട്ടിന്റെ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെയും റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അതൊരു വേവ് ഫോമില് കൃത്യമായിട്ട് പ്രദർശിപ്പിക്കാനും സാധിക്കുന്ന, അതിനനുസരിച്ച് ആവശ്യമായ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കുന്ന ഒരു ഉപകരണമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കാർഡിയാക് മോണിറ്റർ ക്ലിയർ അല്ലേ? ആ ഒരു ഉപകരണം കണ്ടാൽ അത് കാർഡിയാക് മോണിറ്റർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ? പറ്റുമോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ഓക്കെ, ശരി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് കേട്ടാ, ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ is a set of mechanism to straighten broken bones or relieve pressure on the spine and bones. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു പിക്ചർ ഒന്ന് നോക്കിയേ മക്കളെ. ആ ഒരു പിക്ചറിലുള്ളതുപോലെ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആരെങ്കിലും ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കൂടുതലും നമ്മുടെ ബോൺസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സ്പൈനോ ബോൺസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രഷറുകൾ, ഇപ്പൊ ചിലർക്ക് ബോൺസും സ്പൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രഷർ കൂടുതലായിട്ട് വേദനകൾ വരാം. അപ്പൊ അത്തരത്തിലുള്ള പെയിൻസ് ഒക്കെ ആ ഒരു പ്രഷറും വേദനയും ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ബോൺസ്, പൊട്ടിപ്പോയിട്ടുള്ള ബോൺസുകള് സ്ട്രെയിറ്റൻ ചെയ്യാൻ, നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻസ് പറ്റിയവരില്ലേ, നമ്മുടെ സ്ഥാനഭ്രംശം പറ്റില്ലേ, കുഴ തെറ്റി പോവാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ പറയാറുണ്ട് ആ കുഴ തെറ്റി പോയതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ആളുകൾക്കും ഇതേ രീതിയിൽ ട്രാക്ഷൻസോ അല്ലെങ്കിൽ ഇപ്പോ സാധാരണയായിട്ട് വെയിറ്റ് കെട്ടിയിടാണ് ചെയ്യാറ് കേട്ടോ, വെയിറ്റ് തൂക്കിയിടും അതിന്റെ ലാസ്റ്റ് അവരുടെ കാലമായി ബന്ധപ്പെട്ട്. അപ്പൊ നോക്കിയേ, there are mainly two types of traction. രണ്ടു തരത്തിൽ ഈ ഒരു മെക്കാനിസം നമുക്ക് ചെയ്യാൻ പറ്റും.
സ്കിൻ ട്രാക്ഷനും ഉണ്ട്, സ്കെലിറ്റൽ ട്രാക്ഷനും ഉണ്ട്. ദേ ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഓർത്തോപെഡിക് മെഡിസിൻ. സാധാരണയായിട്ട് മിസ് പറഞ്ഞല്ലോ, നമ്മുടെ ബോൺസുമായി ബന്ധപ്പെട്ട് സ്പൈൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെന്റിലല്ലേ ചെയ്യുന്നത്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോഴാണ് കൂടുതലും ഈ ട്രാക്ഷൻ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റുക അല്ലെ. ആ വാർഡിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പേര് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെയുള്ള മെക്കാനിസംസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ട്രാക്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് എന്താന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ സ്കിന്നിന്റെ പുറത്ത് മെക്കാനിസം കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അധികം പൊട്ടലില്ലാത്ത, എന്നാൽ വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകളാണ്. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളൂ എങ്കിൽ അത് നമ്മുടെ സ്കിൻ ട്രാക്ഷൻ വഴിയാണ് ശരിയാക്കുക. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മുറിവുകളോ അല്ലെങ്കിൽ ബോൺസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രഷറോ മുറിവുകളോ കാര്യങ്ങളോ ഒക്കെ പറ്റി വലിയ ആക്സിഡൻസ് ഒക്കെ പറ്റിയ മേജർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ സ്കെലിറ്റൽ ട്രാക്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ആ ഒരു മെക്കാനിസം ആയിരിക്കും. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ആ ഒരു സ്കിന്നിന്റെ മുകളില് ഒരു ടേപ്പ് ഒട്ടിച്ച് അതിൽ നിന്നും വെയിറ്റോ മറ്റു കാര്യങ്ങളോ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗം നേരെയാക്കാൻ വേണ്ടി റിലീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ബോൺസ് ബ്രോക്കൺ ബോൺസ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന്, അതായത് ടേപ്പോ കാര്യങ്ങളോ ആ ഒരു സ്കിന്നിന് പുറമേ ആയിരിക്കും. അപ്പൊ സ്കിന്നുമായി ബന്ധപ്പെട്ട് അവിടെ യാതൊരു മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാക്കാതെ സ്കിന്നിന് പുറമേ ടേപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ആ ഒരു വെയിറ്റ് ഹാൻഡിൽ ചെയ്തിടുന്നത് ഒരു മെക്കാനിസം ആണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകളുടെയൊക്കെ സ്ക്രൂ ഒക്കെ ഇട്ട് മുറ്റിക്ക് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓർത്തോ വാർഡുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. വലിയ ആക്സിഡന്റ് ഒക്കെ പറ്റിയ ആളുകളുടെ ഒരുപാട് കാലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബോൺസുമായി വലിയ മുറിവുകളും പൊട്ടലുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് നേരെയാകണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ളവരുടെ അവര് നേരിട്ട് ഡയറക്ട്ലി നമ്മൾ എന്താണ് ചെറിയ രീതിയിലുള്ള ഈ പറയുന്ന പോലെ നമ്മുടെ ഇത് വേണം അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു അനസ്തേഷ്യ കൊടുത്ത് അവരുടെ ഡയറക്ട്ലി അവരുടെ ആ ഒരു ബോൺസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട് അവരുടെ ബോൺസുമായിട്ട് ടച്ച് ചെയ്ത് അവിടെ നമ്മൾ പലതരത്തിലുള്ള സ്ക്രൂസും നട്ടും ബോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും വെയിറ്റ് ഹാൻഡ് ചെയ്തിടുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ അവരുടെ ബോഡിയുമായിട്ട് ഡയറക്റ്റ് അല്ല, ഷേപ്പ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഹാൻഡ്സ് കാര്യങ്ങൾ ഇടുന്നത്. അതേസമയം സ്കെലിറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നട്ടും ബോൺസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ സ്കെലിറ്റൽ അല്ലെങ്കിൽ അവരുടെ ബോൺസുമായി ബന്ധപ്പെട്ട് കണക്ഷൻസ് വരുത്തിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് കേസിലാണ് സ്കെലിറ്റൽ ട്രാക്ഷൻ ചെയ്യുക. സ്കിൻ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ആളുകൾ, അതായത് ഓക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾക്കാണ് നമ്മൾ സ്കിൻ ട്രാക്ഷൻ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു കാർഡിയാക് മോണിറ്റർ ട്രാക്ഷൻ ഒന്ന് വേഗം വായിച്ചു നോക്കി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കഴിഞ്ഞോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ 43 മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇവിടെ വരെയും എടുത്തവരെയും വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഡേ വരുമ്പോ, നാളെ നെക്സ്റ്റ് ഒരു ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് ഡേ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 3rd and 4th മോഡ്യൂളില് മിസ് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്താം. അപ്പൊ നാളത്തെ ഒരു ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗങ്ങൾ കുറച്ച് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഭാഗസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ 3rd and 4th മോഡ്യൂളിൽ എടുത്ത ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. എന്നാൽ മാത്രമേ ഇവിടെ പറയുന്നത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അല്ല എങ്കിൽ വെറുതെ നമ്മൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമാവും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ ആ ഭാഗങ്ങൾ നമുക്ക് വേഗം കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വരണേ. ഓക്കെ, താങ്ക് യു.